ജനകീയ തിരച്ചിൽ അവസാനിച്ചിരുന്നു. 19ാം ദിവസത്തിലേക്ക് കടക്കുന്ന സമയത്ത് കൂടുതൽ സൂക്ഷിച്ച് നിരീക്ഷിച്ചുള്ള തെരച്ചിലാണ് ഈ ദുരന്ത ഭൂമിയിൽ നടക്കുന്നത്. ഫയർഫോഴ്സിന്റെ അംഗങ്ങളും NDRFന്റെ അംഗങ്ങളും പല സ്ഥലത്തായി ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരമട്ടം മേഖലയിലൊക്കെ തന്നെ പരിശോധന നടത്തി വരികയാണ്. സന്നദ്ധ പ്രവർത്തകർ ഏതാനും കുറച്ചാളുകൾ മാത്രമേ ഇന്ന് ദുരന്ത ഭൂമിയിലുള്ളൂ. ദൃശ്യങ്ങൾക്ക് പോയാൽ കാണാം, വെള്ളാറമല സ്കൂൾ കെട്ടിടത്തിന്റെ അകത്ത് ക്ലാസ് മുറിയിലൊക്കെ തന്നെ ലോഡ് കണക്കിന് മൺകൂനുകളാണ് അടിഞ്ഞിരിക്കുന്നത്. അത് ചെറിയ തൂമ്പ ഉപയോഗിച്ചുകൊണ്ട് മാറ്റിയാണ് പരിശോധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വിലപിടിപ്പുള്ള രേഖകൾ അല്ലെങ്കിൽ പണം, കഴിഞ്ഞ ദിവസം 4 ലക്ഷം രൂപ ഈ സ്കൂൾ റോഡിൽ നിന്ന് ഫയർഫോഴ്സിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് ആ രീതിയിൽ വിലപിടിപ്പുള്ള പണമോ രേഖകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ രീതിയിൽ പതുക്കെ മണ്ണ് മാറ്റിയുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെ വിവിധ ടീമുകൾ പല സ്ഥലങ്ങളിലായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാർ, ഇന്നത്തെ പരിശോധന നമ്മുടെ ബഹുമാനപ്പെട്ട റീജിയണൽ ഫയർ ഓഫീസറുടെ നിർദ്ദേശം നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് എന്നുവെച്ചാൽ മണ്ണ് പതുക്കെയൊക്കെ മാറ്റി വളരെ സൂക്ഷ്മമായിട്ടെന്ന് വെച്ചാൽ ഈ ബോഡി പാർട്സോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഏതെങ്കിലും വസ്തുക്കളോ കഴിഞ്ഞ ദിവസം 4 ലക്ഷം രൂപ കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ടാണ് ഇന്നത്തെ പരിശോധന. നമ്മുടെ എല്ലാ നമ്മുടെ ടീമുകൾ ഇന്ന് എറണാകുളം അതുപോലെ തന്നെ തൃശ്ശൂർ ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പല സംഘങ്ങളായിട്ട് തിരിഞ്ഞാണ് പരിശോധന. അതിൻ്റെ കൂടെ സിവിൽ ഡിഫൻസും ഉണ്ട്, അപ്പം ആപ്തമിത്ര അംഗങ്ങളുണ്ട്. ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബാഗ് ചെറിയ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് ബാഗായപ്പോൾ അതുപോലെ തന്നെ തുണി കഷ്ണങ്ങളൊക്കെ നമുക്ക് ഉടുപ്പിൻ്റെയൊക്കെ കഷ്ണങ്ങൾ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നത്. അതുപോലെ വളരെ സൂക്ഷിച്ചുള്ള ഒരു തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൂമ്പ ഉപയോഗിച്ച് പതുക്കെ മണ്ണ് മാറ്റിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. അങ്ങനെ വെള്ളാറമല സ്കൂളിൽ കെട്ടിടത്തിനകത്ത് പരിശോധന നടത്തുന്ന സമയത്താണ് ഇതുപോലുള്ള പുസ്തകങ്ങൾ, കുട്ടികളുടെ പുസ്തകങ്ങൾ കിട്ടുന്നുണ്ട്, രസീതുകൾ കിട്ടുന്നുണ്ട്. അങ്ങനെ സ്കൂളിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ തന്നെ ഈ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിൽ വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ടെങ്കിൽ, നശിച്ചു പോകാത്ത സാധനങ്ങളുണ്ടെങ്കിൽ അത് സുരക്ഷിതമായി അതിൻ്റെ ഉടമയുടെ കയ്യിലേക്ക് നൽകാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 ക്യാമ്പുകളിലായി 1000-ലധികം ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. അവരെ വാടക വീടുകളിലേക്ക് പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ്. ഈ മാസം തന്നെ വാടക വീടുകളിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ കൃത്യമായ കണക്ക് ഇന്ന് മന്ത്രിസഭ ഉപസമിതി നൽകിയേക്കും. അതോടൊപ്പം തന്നെ ദുരിതബാധിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകാനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ്. ഇന്നലെ 60-ലധികം പേർക്കാണ് പുതിയ ബാങ്ക് അക്കൗണ്ട് നൽകുകയും ചെയ്തിരിക്കുന്നത്. ചൂരൽമലയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇന്ന് റിപ്പോർട്ടർ.